പാകിസ്ഥാനിൽ വീണ്ടും ബലൂച്ച് ആക്രമണമെന്ന വാർത്ത വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് ബി ദിലീപ് കുമാറാണ്. നമുക്ക് ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും അധികം ധാതു നിക്ഷേപങ്ങളുള്ള ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ മേഖല. അവിടുത്തെ തങ്ങളുടെ അത്രയും സമ്പന്നമായ ഒരു മേഖലയാണെങ്കിലും ഏറ്റവും ദരിദ്രരായാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. തങ്ങളുടെ വിഭവങ്ങൾ വിദേശികൾ വന്ന് ഖനനം ചെയ്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രത്യേകമായ ഒരു പ്രവിശ്യ ആവശ്യമാണ് എന്ന ആവശ്യത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരുമായി വർഷങ്ങളായി പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് ബി ദിലീപ് കുമാറാണ്. ദിലീപ് കുമാർ, വർഷങ്ങളായുള്ള അവരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിൽ പല ആക്രമണങ്ങൾ നടന്നിരുന്നു. അവർ പലതവണ സർക്കാരിനെതിരായ പോരാട്ടങ്ങളുമായി എത്തി. ചില കൗതുകമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ബലൂചിസ്ഥാനെ പുതിയ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും ന്യൂഡൽഹിയുമായി നയതന്ത്ര ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കണമെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ, ഇന്ത്യൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകളൊക്കെ തൊടുക്കുമ്പോൾ അത് പാകിസ്ഥാൻ സർക്കാരിനെതിരായ ഒരു അവസരമായി കണ്ട് ഉപയോഗിക്കുകയല്ലേ ഇപ്പോൾ BLA ചെയ്യുന്നത്? ക്രിസ്റ്റീന, ബലൂച്ച് വിമോചന സേന വലിയ ആക്രമണമാണ് പാകിസ്ഥാനിൽ നടത്തുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്താണ് പാകിസ്ഥാന് തലവേദനയായി വലിയ ആക്രമണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 39 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുമായാണ് ബലൂച്ച് വിമോചന സേന അല്പസമയം മുമ്പ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദമായ പ്രസ്താവന ഇന്ന് തന്നെ വീണ്ടും ഉണ്ടായേക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബലൂചിസ്ഥാൻ മേഖല ധാതുസമ്പന്നമാണ്, പ്രകൃതിവാതക സമ്പന്നമാണ്. ഈ മേഖല പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ പ്രധാന നട്ടെല്ലുകൂടിയാണ്. അവിടെയാണ് ചൈനയുടെ വലിയ നിക്ഷേപം അടുത്ത കാലത്തായി വന്നു. അവിടെ ഗുദാർ തുറമുഖമുണ്ട്. ഈ തുറമുഖത്തിൽ നിന്നുള്ള ചൈന പാക് സാമ്പത്തിക ഇടനാഴി, ഇതൊക്കെ ബലൂചിസ്ഥാൻ നിവാസികളെ, ബലൂചിസ്ഥാൻ ജനതയെ വളരെ പ്രകോപിപ്പിച്ചിരുന്നതാണ്. അവർ നേരത്തെ മുതൽ തന്നെ 1947 മുതൽ തന്നെ പ്രത്യേക രാജ്യം ഈ ബലൂചിസ്ഥാനം മാറ്റണം എന്ന കാര്യം ആവശ്യപ്പെട്ടു വരുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ അവരുടെ പ്രധാനപ്പെട്ട ഈ മേഖല വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ബലൂചിസ്ഥാൻ പ്രദേശത്ത് അവർ പാകിസ്ഥാൻ സൈനികർക്കെതിരായ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു. ഇന്നിപ്പോൾ തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകൾ ഇവർ ആക്രമിച്ചു, സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു, പോലീസുകാരെ ബന്ദികളാക്കി, പിന്നീട് അവരെ വിട്ടയച്ചു. ഈ ഉപരോധം, ദേശീയപാതയിൽ ഉപരോധം, പാകിസ്ഥാനിൽ അവിടെ ഈ തുറമുഖത്ത് നിന്നുള്ള ദേശീയപാതയിൽ ഇവർ ഉപരോധം തുടരുന്നുണ്ട്. ഈ നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തരമായും വലിയ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത്. 1971 ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് കൂടി രൂപീകരിക്കുന്നതിന് അന്ന് സമ്മതം മൂളേണ്ടി വന്നു. ഇപ്പോഴത്തെ ഈ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഇനി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പിറവിക്ക് വഴിയൊരുക്കിയേക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ട്. ക്രിസ്റ്റീന, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബി ദിലീപ് കുമാർ. പാകിസ്ഥാനിൽ വീണ്ടും ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂച്ച് വിമോചന സേനയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. പലയിടങ്ങളിലെയും ആക്രമണം അത് നടന്നുവെന്ന ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആക്രമണങ്ങളാണ് പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലായി ഉണ്ടായത്. അവർ പലയിടത്തും പാകിസ്ഥാൻ പതാക മാറ്റി അവരുടെ പതാക ഉയർത്തിയെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല വാർത്തകളും വന്നിരുന്നു.